ഇന്ന് സിമ്പിളായി നമുക്കൊരു ചിക്കൻ 65 ആക്കിയാലോ. ഒരു 300 ഗ്രാം ചിക്കൻ, അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടവും കുറക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. എരിവിനനുസരിച്ച് കൂട്ടവും കുറക്കുകയും ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂണോളം കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർക്കാം. നല്ല ക്രിസ്പിയായി ചിക്കൻ കിട്ടും. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതിലേക്ക് ലാസ്റ്റായി കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കനിൽ മസാല പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്യാവൂ. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ ചിക്കൻ പീസ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി അത് ഒരു ഭാഗം കുക്കായതിന് ശേഷം ചിക്കൻ മറിച്ചിടാം. നല്ലോണം കുക്കായതിന് ശേഷം മാത്രമേ ചിക്കൻ മറിച്ചിടാവൂ. ഇതുപോലെ നല്ലോണം ഫ്രൈ ആവണം. ഇത് 2 ഭാഗവും കുക്കായതിന് ശേഷമുള്ളതാണ്. ഇനി അതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് പച്ചമുളകും കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഫ്രൈ ആയതിനു ശേഷം ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ നിന്നും മാറ്റാവുന്നതാണ്. ഒരു അരിപ്പയിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് ചിക്കൻ കോരി മാറ്റാം. നമ്മളെ ടേസ്റ്റി ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇതിനൊന്ന് ഗാർണിഷ് ചെയ്യുവാനായി ഞാൻ ഒരു 2 ചെറിയ ചെറുനാരങ്ങ മുറിച്ചതും കുറച്ച് ഒനിയൻ മുറിച്ചതും വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി. വളരെ ടേസ്റ്റിയായ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദാണ് ഇതിന് കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.